ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ജസ്റ്റ് പ്ലേ സീരീസ് എപ്പിസോഡ് 2 ആണ് ഗൈസ്. അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു എന്താണ് അതിൻ്റെ റീസൺ എന്ന്. സോ ലൈക്ക് അടിക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കും കൂട്ടുകാരാണ് ഗൈസ്. ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് ടു 400 സബ്സ്ക്രൈബേഴ്സ് ആണ് ഗൈസ്. സോ എല്ലാവരും സപ്പോർട്ടാക്കുക. അപ്പോൾ അധികം പറഞ്ഞ് ലോങ് ആക്കുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഗൈസ്. ഞാൻ ടേക്ക് എടുത്ത് മടുത്തു. കാരണം ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് എന്നോട് ഈ മൈക്ക് ഓൺ ആക്കാൻ മറന്നു പോകുന്നു. സോ അപ്പോൾ മൂന്നാമത്തെ റെക്കോർഡാണ് ഈ നിൽക്കുന്നത്. സോ ഇതിലിപ്പോൾ മൈക്ക് ഓണാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ നമുക്ക് ബേസിൻ്റെ പണിയാണ് ഗൈസ്. നമ്മുടെ ബേസിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. മൈൻക്രാഫ്റ്റ് നമുക്ക് വേണ്ടി ഇത്രയും നല്ലൊരു സീഡ് തന്നപ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യമായിട്ട് ഇവിടെ ബിൽഡ് ചെയ്ത് വെക്കണ്ടേ ഗൈസ്. സോ ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ബേസ് നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് കിട്ടിയ സ്ഥലം, സോ അവിടെ പറ്റിയ ബിൽഡ് എങ്ങാനും നിങ്ങളുടെ വലിയ ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം ഗൈസ്. സോ ഇപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റാർട്ടർ ഹൗസ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കുറച്ച് ഡേർട്ട് കളക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ മലമുകളിലേക്ക് വന്നതാണ് ഗൈസ്. സോ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, നമ്മുടെ വില്ലേജൊക്കെ കാണാം. സോ ഒരു കിടലൻ സീഡാണ് ഗൈസ്. ഞാൻ അതിൻ്റെ സീഡ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അവിടെ നിന്ന് സീഡ് എടുത്തിട്ട് ഇതിൽ കളിക്കാവുന്നതാണ് ഗൈസ്. ഒരു കിടിലും സീഡാണ്. ബാക്കി ഞാൻ അവിടെ എത്തിയിട്ട് പറയാം ഗൈസ്. ഇത് കുറച്ച് അത്യാവശ്യം ഡേർട്ടും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാനുണ്ട്. ഒരു ട്യൂസ്ഡേ ഘടിപ്പിച്ച് വേണം എന്തായാലും. ഒരു ട്രേഡറൊക്കെ നിൽക്കുന്നുണ്ട്. സോ അതൊക്കെ നമുക്ക് അവിടെ എത്തിയിട്ട് നോക്കാം. വേറെ പണിയൊന്നും പൊട്ടി ഗൈസ്. പിന്നെ നമുക്ക് അത്യാവശ്യത്തിന് ഫുഡ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യം ബേസിക് ടൂൾസൊക്കെ ഉണ്ടാക്കിയ ടൂൾസ് ഫുള്ള് പൊട്ടുകയും ചെയ്തു. ഇനി നമുക്ക് അടുത്ത ടൂൾസ് ഉണ്ടാക്കണം. പിന്നെ നമുക്ക് കുറച്ച് ഗ്രൈൻഡും ഇപ്പം പോയേനെ താഴോട്ടേക്ക് കുറച്ച് അത്യാവശ്യം എന്ന് വെച്ചാൽ കുറച്ച് നമ്മൾ ഗ്രൈൻഡ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബെറ്റർ ട്രീസ് എന്ന് പറയുന്ന ബെറ്റർ ട്രീസ് എന്ന് പറയുന്നൊരു മോഡ് ഇട്ടിട്ടുണ്ട്. സോ ഈ ട്രീ ഞാനിവിടുന്ന് മുറിക്കില്ല ഗൈസ്. കാരണം ഇതെൻ്റെ ബേസിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചൊരു ട്രീ ആണ്. അതുകൊണ്ട് ഞാനത് ഇവിടുന്ന് മുറിക്കില്ല. അതുമാത്രമല്ല, ഈ ഒരൊറ്റ ട്രീയിൽ ഞാൻ കുറേ ഐഡിയാസും കാര്യമൊക്കെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സോ ഇവിടെയാണ് നമ്മൾ ബേസ് പണിയുന്നത്. ചാവാതിരുന്നാൽ മതിയായിരുന്നു. ഇവിടെയാണ് നമ്മൾ ബേസ് പണിയുന്നത്. ഒരു കിടിലം സ്പോട്ടാണിത്. ഞാൻ മാർക്ക് ചെയ്ത് വെച്ച ഈ ഒരു ഭാഗം വരെയാണ് ഞാൻ ബേസ് പണിയുന്നത്. സോ ഒരു സിമ്പിളായിട്ടുള്ളൊരു വീട് പണിയണമെന്നാണ് എൻ്റെ മനസ്സിലുള്ളൂ. നിങ്ങൾക്ക് വല്ല ഐഡിയയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ ഗൈസ്. നമ്മൾ ഇത് ചെയ്യുന്നതാണ്. പിന്നെ ഒരു സബ്സ്ക്രൈബർ ബോർഡ് ഞാൻ നോക്കുമ്പം നമ്മുടെ സ്വന്തം FG ഒക്കെ അവിടെ സബ്സ്ക്രൈബ് ബോർഡൊക്കെ സെറ്റാക്കുന്നത് കണ്ടു. എന്നാൽ പിന്നെ എനിക്കും ഒരാഗ്രഹം എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഒരു സബ്സ്ക്രൈബർ ബോർഡ് റെഡിയാക്കണമെന്ന്. സോ അതും നമ്മൾ അടുത്ത വീഡിയോയിൽ സെറ്റാക്കുന്നതാണ് ഗൈസ്. പിന്നെ അടുത്ത ഫാംസ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു ബ്രീഡർ ഉണ്ടാക്കണം ഗൈസ്. ബ്രീഡർ നമുക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവമാണ്. നമുക്ക് ട്രേഡിംഗ് ഹാളിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ബ്രീഡർ വേണം. സോ അത്യാവശ്യം എഫിഷ്യൻ്റായ ഒരു ബ്രീഡർ ഉണ്ടാക്കണമെന്നാണ് എനിക്ക് ആഗ്രഹം. സോ അതൊക്കെ ഉണ്ടാക്കാൻ പോകുന്ന സ്ഥലം എന്ന് വെച്ചാൽ ഗൈസ്, നമ്മൾ ഈ സീരീസ് ഒരു കേവ് ലൈഫ് പോലെ കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. ഫുള്ളി കേവ് ലൈഫ് അല്ല, ഇച്ചിരി കേവ് ലൈഫ്, അങ്ങനെ ഗൈസ് പറയാൻ പറ്റുള്ളൂ. ഇച്ചിരി കേവ് ലൈഫ്. ഞാൻ എൻ്റെ റീസൺ കാണിച്ചു തരാം. ഇതൊന്ന് ഫില്ല് ചെയ്തോട്ടെ. ഗൈസ് അയ്യോ, ഇവിടെ കുറച്ച് നമ്മുടെ ആടുകളൊക്കെ നിൽക്കുന്നുണ്ട്. സോ നിങ്ങൾക്കിതാ ഗൈസ് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം, വലിയൊരു ഹാള് പോലെയുള്ളൊരു കേവ് പോലെയുള്ളൊരു റിവീന പോലെയുള്ളൊരു സ്ഥലമാണിത്. സോ നമുക്ക് ഈ ഒരൊറ്റ സ്ഥലത്ത് ഇവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കി കുറച്ച് വൃത്തിയാക്കിയിട്ടൊക്കെ ഈ ഒരൊറ്റ സ്ഥലത്ത് പറ്റുമെങ്കിൽ കുറച്ച് ഫാമൊക്കെ സെറ്റ് ചെയ്യണം ഗൈസ്. സോ അത് നല്ലൊരു ഐഡിയ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതുമാത്രമല്ല, കൊച്ചു ക്യാപ്സ്യൂളൊക്കെ പോലെ അങ്ങനെ ചെറിയ ഒരു സൂ പോലെ ഗൈസ് അങ്ങനെ എന്തെങ്കിലും സെറ്റാക്കണം ഗൈസ്.
അങ്ങനെ കുറേ, പിന്നെ കുറച്ച് ഫൗണ്ടെയിൻസ്, റിവർ, അങ്ങനെ കുറേ സംഭവങ്ങൾ ഗൈസ്, അതൊക്കെ നമുക്ക് സെറ്റാക്കണം. അങ്ങനെ കുറേ ഐഡിയകൾ എൻ്റെ മനസ്സിലോട്ട് വരുന്നുണ്ട്. പക്ഷേ എന്തു പറയാനാണ് ഗൈസ്, മടിയാവുന്നു ചെയ്യാൻ. പിന്നെ നിങ്ങൾക്ക് വല്ല ഐഡിയയും കാര്യങ്ങളൊക്കെ പറയാം ഗൈസ്. പിന്നെ നമ്മുടെ താഴേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം വലിയൊരു റിവർ പോലെയൊക്കെ ഉള്ള എന്തോ സംഭവം താഴെ കാണുന്നുണ്ട് ഗൈസ്. സോ അതൊക്കെ വെച്ച് നമുക്ക് വേണേൽ ഒരു അക്യൂറ് സെറ്റപ്പൊക്കെ സെറ്റാക്കാം. അങ്ങനെ കുറേ ഐഡിയകൾ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സ്റ്റാർട്ടർ ബേസ് ഉണ്ടാക്കിയിട്ട് ഈ ഐഡിയ ഒക്കെ ഒന്ന് ബാക്കി എന്നെ കുറച്ച് ചിന്തിക്കുക. ഫസ്റ്റ് ഞാൻ ഈ സ്റ്റാർട്ടർ ബേസ് ഒന്ന് കംപ്ലീറ്റ് ആയിക്കോട്ടെ. പിന്നെ ഇവിടെയൊക്കെ നമുക്ക് ടോർച്ച് വെക്കണം ഗൈസ്, അല്ലെങ്കിൽ നമ്മളെ സ്കെലിട്ടൻ പോലുള്ള മോബ്സൊക്കെ ഇവിടെ സ്പോണാവും. അത് ഇച്ചിരി പണിയാണ്. ഇത്ര പോരെ ഗൈസ്, നമ്മുടെ സ്റ്റാർട്ടർ ബേസിന് ഇത്ര പോരെ. ആൻഡ് ബെഡ്, എൻ്റെ ബെഡ് ഒന്ന് ഡീസ്പോൺ ആയിപ്പോയി ഗൈസ്. ഞാൻ എടുക്കുമ്പോഴത്തേക്ക് അത് ഡീസ്പോൺ ആയിപ്പോയി. സോ അത് ഞാൻ വില്ലേജിൽ പോയി വേറെ കുറച്ച് ബെഡ് കളക്ട് ചെയ്ത് കൊണ്ടുവന്നതാണ്. സോ നമ്മളിവിടെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ എന്തോ ബേസ് പണിയും വല്ല ഐഡിയയും കാര്യങ്ങളും ഉണ്ടാവും ഗൈസ്. എല്ലാം നമ്മളെ അടുത്ത വീഡിയോയിൽ നിങ്ങളെ കമൻ്റൊക്കെ നോക്കി ബേസ് പണിയേണ്ടി വരും. നമുക്ക് പോയി ഒന്ന് ഉറങ്ങിയിട്ട് വന്നിട്ട് ചെയ്യാമല്ലേ. ഞാനിവിടെ അത്യാവശ്യം കുറച്ച് വുഡ് കളക്ട് ചെയ്തിട്ടുണ്ട്. സോ ആ വുഡ് വെച്ചിട്ട് നമുക്ക് അവിടെ എന്തെങ്കിലും ചെറുതായിട്ടൊരു ബ്ലൂ പ്രിൻ്റൊക്കെ പോലെ എന്തെങ്കിലും സെറ്റ് ചെയ്യണം. പിന്നെ നമുക്ക് ഇങ്ങോട്ട് കയറി വരാൻ വേണ്ടി വല്ല സെറ്റപ്പും ചെയ്യണം. സോ നമുക്ക് ഏകദേശം ഈ ഒരു ഇതിൽ മതി. 1 2 3 4 അല്ല 2 3 1 2 3 4 5 ഈ എന്തോ ഗൈസ്, അഞ്ച് ഇവിടെ ആകുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. അയ്യോ ഇപ്പോൾ ഒരു പ്രശ്നമുണ്ടല്ലോ ഗൈസ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇരുന്നാൽ നമുക്ക് കയറി വരാനുള്ള അത് നമുക്ക് സെറ്റാ ഗൈസ്. 4 1 അപ്പോൾ നമുക്ക് ഇവിടെയും കുറച്ച് ക്ലിയർ ആക്കാനുണ്ട്. സോ ഗൈസ് ഞാൻ കുറച്ച് ഇതിൻ്റെ ബ്ലൂ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വരാം ഗൈസ്. ഞാനിതാ ഇവിടെ ബ്ലൂ പ്രിൻ്റ് റെഡിയാക്കിയിട്ടുണ്ട്. സോ ഇപ്പോൾ ഒരു സംശയം ഗൈസ്, നമ്മുടെ ചുമര് അതായത് വാളിന് ഈ പ്ലാങ്ക്സ് മതിയോ അല്ലെങ്കിൽ കോബിൾ സ്റ്റോൺ വേണോ? സോ ഞാൻ നോക്കിയിട്ട് പ്ലാങ്ക്സ് ആണ് നല്ലത്, എന്നാൽ പ്ലാങ്ക്സ് വെക്കല്ലേ. സോ പ്ലാങ്ക്സ് നമുക്ക് ഇത് മതിയാവൂല, നമുക്ക് ഇനിയും വേണം. ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ വെക്കുന്നതാണ് ഗൈസ്. ഒരു മിനിറ്റ് ഗൈസ്, ചെറിയൊരു പരിപാടിയും കൂടിയുണ്ട്. നമുക്ക് ഈ കോൾ എടുക്കണം ഗൈസ്, കാരണം നമുക്ക് ടോസിൻ്റെ ആവശ്യമുണ്ട്. ഇവിടെയൊക്കെ മറ്റേ ലവന്മാർ വന്ന് സ്പോൺ ആവുന്നുണ്ട്, അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്ക് ഈ കോളിങ് എടുത്തേക്കാം. ഈ കോള് മൈൻഡ് ചെയ്യാൻ നിന്നാൽ ഇന്നൊന്നും തീരുവില്ല ഗൈസ്. അത് കണ്ടോ ഗൈസ്, അതിൻ്റെ അടിയിലോട്ട് വരെ ഉണ്ട് കോൾ. അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം കുറച്ച് മൈൻഡ് ചെയ്തിട്ട് ബാക്കി നമുക്ക് വേറെ എവിടെ നിന്നെങ്കിലും ഒപ്പിക്കുക ഗൈസ്. ഇനി നമുക്ക് ബ്ലാങ്ക്സ് ഒക്കെ ഗൈസ്. സോ ലൈക്ക് അടിക്കാത്ത സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടാണ് ഗൈസ്. ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 400 സബ്സ്ക്രൈബേഴ്സ് ആണ് ഗൈസ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ടാക്കുക.
അപ്പോൾ ഇതേപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കണ്ടൻറ്റ് വീഡിയോസ് ഞാൻ ഇടുന്നതാണ്. ഇപ്പോൾ കുറച്ച് മോഡ്സൊക്കെ ഞാൻ ഡൗൺലോഡാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്, നമ്മുടെ ഹൊറർ മോഡ്സൊക്കെ. സോ അതൊക്കെ ഉടനെ വരുന്നതാണ്. ഇതേപോലെ ഹോളിഡേയ്സ്, അതായത് ഞായറോ ശനിയോ അങ്ങനെയൊക്കെയാണ് ഞാൻ വീഡിയോസ് ഇടാം. സോ കുറച്ച് ഡിലേ ഉണ്ടാവും, എല്ലാവരും ക്ഷമിക്കുക ഗൈസ്. കുഴപ്പമില്ലല്ലോ ഗൈസ്, നമുക്ക് ഈ പ്ലാങ്ക്സ് ഒന്നും പോരാ ഗൈസ്. ഏകദേശം എൻ്റെ ഒരു കണക്ക് വെച്ച് നോക്കിയാണെങ്കിൽ ഒരു 2 സ്റ്റാക്ക് കൂടി വേണം. കാരണം നമുക്ക് റൂഫിൻ്റെ പണിയൊക്കെ കൂട്ടിയാൽ 2 സ്റ്റാക്ക് അടുപ്പിച്ച് എന്തായാലും വേണം. അതുകൊണ്ട് നമുക്ക് നല്ല രീതിക്ക് തന്നെ ഗ്രൈൻഡിങ് വർക്ക് ഉണ്ടെന്ന് വേണം പറയാൻ. ഇപ്പോൾ ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ബാക്കി നമുക്ക് കംപ്ലീറ്റ് ആക്കാം. സോ ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ അവിടെ അപ്പുറത്ത് നമ്മുടെ മതിൽ, അതായത് തൂണ് വെക്കാത്തത്, നമ്മുടെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന് 5 ബ്ലോക്ക് എത്തി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോയി ഇങ്ങനെ വരുന്നൊരു സംഭവമാണ് ഞാനിവിടെ സെറ്റാക്കാൻ പോകുന്നത് ഗീസ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് കയറാൻ സ്ഥലം ഉണ്ടാവില്ല, അതുകൊണ്ടാണ്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഡോറ് വേണം ഗീസ്. നമുക്ക് ഇങ്ങോട്ടേക്ക് ചെയ്യാൻ വേണ്ടി ഒരു ഡോർ ഇവിടെ വേണം. ട്രേഡിംഗ് ഹാൾ നമുക്ക് കുറച്ച് സെറ്റപ്പായിട്ട് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം കുറച്ച് വലിയ ട്രേഡിംഗ് ഹാൾ തന്നെ സെറ്റാക്കണം എന്നാണ്. കാരണം ഞാനിതുവരെ അത്ര വലുതായിട്ട് ട്രേഡിംഗ് ഹാളൊന്നും ഇതുവരെ ഉണ്ടാക്കിയില്ല. കൂടിപ്പോയ 5-10 വില്ലേജസിന് വെച്ചിട്ടേ ഞാൻ ഉണ്ടാക്കാറുള്ളൂ. പക്ഷെ ഇപ്രാവശ്യം നമുക്ക് അത്യാവശ്യം വലിയൊരു ട്രേഡിംഗ് ഹാൾ തന്നെ നമുക്ക് ഉണ്ടാക്കണം ഗൈസ്. സോ ഞാനിവിടെ ഒരു ട്രീ ഓൾറെഡി വളർത്തി വെച്ചിട്ടുണ്ട്. സോ നമുക്കിത് തന്നെ ഇപ്പോൾ നമ്മുടെ സ്റ്റാർട്ടർ ബേസിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഇതൊക്കെ ഒന്ന് എടുക്കണം. പിന്നെ അങ്ങോട്ടേക്ക് ഞാനൊരു ഫോറസ്റ്റും കണ്ടു വെച്ചിട്ടുണ്ട്. സോ അവിടെ നിന്നൊക്കെ നമുക്ക് അത്യാവശ്യം വുഡ് കളക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഞാനിപ്പോൾ അധികം ചെയ്യാൻ പോകുന്നത് ഈ വുഡ് വെച്ചിട്ട് തന്നെയാണ്. വല്ല സ്റ്റോണും കാര്യങ്ങളൊക്കെ കുറച്ച് യൂസാക്കും, കുറച്ചല്ല യൂസാക്കും, എന്നാലും ഈ വുഡ് നമുക്ക് അത്യാവശ്യമാണ് ഗൈസ്. നമ്മൾ ഏത് ബേസ് ഉണ്ടാക്കുന്നതിനും വുഡില്ലാതെ പറ്റില്ല. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബർ ബോർഡ് ഗൈസ്, അതും ഞാൻ അടുത്ത വീഡിയോയിലേക്ക് സെറ്റാക്കുന്നതാണ്. സോ നിങ്ങളുടെ പേരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്, നമ്മൾ അതൊക്കെ ഇവിടെ വെക്കുന്നതാണ്. പിന്നെ നമുക്കൊന്ന് ആർമറാണ് ഗൈസ്, ആർമഡപ്പ് ആണും. കാരണം നമ്മളിപ്പോൾ ആർമറൊന്നും ഇട്ടിട്ടില്ല. സോ അതൊക്കെ നമുക്ക് സെറ്റാക്കണം. അടുത്ത വീഡിയോ ആകുമ്പോഴത്തേക്ക് ഞാൻ കുറച്ചും കൂടി ഗ്രൈൻഡ് ചെയ്ത് വെക്കാം ഗൈസ്. അതാകുമ്പോൾ നമുക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ സാധനങ്ങൾ കളക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ആദ്യം ചെയ്ത് വെച്ചാൽ. അപ്പോൾ ഗൈസ് നമുക്ക് ഇവിടെ 2.5 സ്റ്റാക്ക് ഓഫ് ബ്ലാങ്ക്സ് കിട്ടിയിട്ടുണ്ട്. സോ ഇത് നമുക്ക് കൊണ്ട് വന്നിട്ട് ഇവിടെ വെച്ചങ്ങ് ഫില്ല് ചെയ്തേക്കാം. ഗൈസ് നമുക്ക് ഇവിടുത്തെ വരെ പോരെ. ഇതെങ്ങനെയാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. ഈ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല ഗൈസ്, കാരണം ഇത് ഞാൻ എൻ്റെ സ്വന്തം ബുദ്ധിയിൽ ചെയ്തെടുത്ത ഒരു ഡിസൈനാണ്. ഇപ്പം ചെയ്തെടുത്തേ ഉള്ളൂ. ഇത് തൽക്കാലം ഇങ്ങനെ നിന്നോട്ടെ ഗൈസ്, ബാക്കി നമുക്ക് പിന്നെ സെറ്റ് ചെയ്യാം. കാരണം നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കുന്നത് വെറും ഒരു സ്റ്റാർട്ടർ പീസാണ്, അല്ലാതെ ഒരു മെഗാ പീസല്ല. സോ ഞാൻ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ ഗൈസ്, എന്നിട്ട് ഞാൻ വരാം.
ഞാനിത് ഇവിടെയൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. ഞാനിത് റൂഫും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. സോ ഇനി നമുക്ക് കുറച്ച് ടോർച്ച് ക്രാഫ്റ്റ് ചെയ്യാം ഗൈസ്. കാരണം നമ്മളിപ്പോൾ അവിടെ മോബ്സൊക്കെ സ്പോണാൻ തുടങ്ങും. ടോർച്ച് നമുക്ക് സ്ഥലം ഫുള്ളൊന്ന് ലൈറ്റപ്പ് ചെയ്ത ഗൈസ്. ഏകദേശം 1 സ്റ്റാക്ക് ടോർച്ച് കിട്ടും ഗൈസ്. നമുക്ക് സത്യം പറഞ്ഞാൽ അത്ര ഒന്നും വേണ്ട, കുറച്ച് ടോർച്ച് മതി. സോ ഇനി നമുക്ക് ഇതിൻ്റെ വെളിയിലോട്ടും കുറച്ച് ലൈറ്റപ്പ് ചെയ്തേക്ക്. കാരണം ഇവിടെ ഒന്നും മോബ്സ് സ്പോണാവാൻ പാടില്ല ഗൈസ്. അവറ്റകൾ എന്നെ വന്ന് കൊന്നിട്ട് പോകും. പ്രത്യേകിച്ച് ഗ്രീപ്പറിൻ്റെ പിറകിൽ വന്നിട്ടാണ് ഗൈസ് പൊട്ടിയത്. ഞാൻ ഇവിടെ ഓഫ് ക്യാമറയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ നമ്മുടെ മൈനിങ് ഏരിയ ഞാൻ ഇതിപ്പോൾ ഇത്രേ മൈൻ ചെയ്തിട്ടുള്ളൂ. ഞാൻ ഓഫ് ക്യാമറയിൽ കുറച്ചധികം മൈൻ ചെയ്യാൻ പോകുന്നുണ്ട് ഗൈസ്. താഴോട്ടേക്കൊന്ന് വെക്കാൻ നമുക്കിപ്പം വെക്കണ്ട, കുറച്ച് കഴിയട്ടെ ഗൈസ്. സോ ഇതുവരെ ഞാൻ ലൈറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൻ്റെ ബാക്കി പണി ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം ഗൈസ്. ഇപ്പം ചെയ്ത വീഡിയോ അല്ലാതെ ലോങ്ങായി പോകും. സോ ബാക്കിയൊക്കെ ഞാൻ അടുത്ത വീഡിയോ ചെയ്യാം. സോ നിങ്ങൾക്ക് വല്ല ഐഡിയയും കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളും അതൊന്ന് എന്നോട് പറഞ്ഞോളൂ ഗൈസ്. അത് നമ്മൾ ചെയ്യുന്നതാണ്. സോ ഇതിൻ്റെ സെക്കൻഡ് ഫ്ലോർ ചെയ്യണോ വേണ്ടതെന്നാണ് ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അതും നിങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ ഗൈസ്. പിന്നെ വല്ല ഫൗണ്ടൈനോ റിവറോ അങ്ങനത്തെ വല്ല ഐഡിയ ഉണ്ടെങ്കിൽ അതും നിങ്ങളൊന്ന് പറയണം ഗൈസ്. സോ അപ്പോൾ ഗൈസ് വീഡിയോ എടുത്ത് വേണ്ടി ചെയ്യുന്നത് വീഡിയോയിലൊക്കെ ഇഷ്ടപ്പെടുന്നതായിരുന്നു ഗൈസ്. അപ്പോൾ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടുണ്ട്. ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് 400 സബ്സ്ക്രൈബേഴ്സ് ആണ് ഗൈസ്. സോ ഇതൊരു വെരി സ്മോൾ വീഡിയോ ആണ് ഗൈസ്. സോ ഞാൻ വലുതായിട്ട് ഒന്നും ചെയ്തില്ല. അടുത്ത വീഡിയോയിൽ നമുക്കെല്ലാം സെറ്റാണ് ഗൈസ്. വല്ല ഐഡിയസും കാര്യങ്ങളുണ്ട് കമൻറ്റിൽ ഇടണം ഗൈസ്. അപ്പോൾ ബൈ ഗൈസ്, അടുത്തൊരു കിടിലൻ എപ്പിസോഡിൽ കാണാം.